വീട്ടില് പണിക്ക് വിളിച്ചാൽ മതി, ഫ്രീ ആയിട്ട് വന്ന് ചെയ്തൊരു സ്ട്രെസ് റിഡക്ഷൻ അവൾക്ക് ഓക്കെ. എന്താണ് പാണ്ടിക്ക് പുല്ലൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഇരുവക്ക് വൃത്തിയായിട്ട് ഇപ്പോഴും അറിയില്ല. ഞാൻ ഉണ്ടാക്കണ ഒന്നും ആൾക്കിപ്പോ പിടിക്കണില്ല, ഇഷ്ടപ്പെടുന്നില്ല. നമ്മള് വിടൂല. ഇവിടെ സാധനം ഉണ്ടായില്ല, ഇവിടെ ടേബിൾ ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല, ഒറ്റയ്ക്കാണോ? ഞാൻ ഒറ്റയ്ക്ക് സമാധാനത്തോടെ വന്നിരിക്കും. ഓക്കെ, അപ്പൊ ബിഗ് ബോസിന് ശേഷം നമ്മുടെ ഋഷി വിസിറ്റഡ് ഹിയർ അല്ലെ? ഇല്ല, അത് 2 ഉണ്ട്. ഓക്കെ, നീ പഠിക്കായിരുന്നു പറഞ്ഞല്ലോ. വെച്ചിട്ടുണ്ട്, അത് മുഖത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല ഇല്ല ഇല്ല, നിന്റെ മുഖം ഞാൻ കാണുന്നില്ലേ, മുന്നേ മെലിഞ്ഞായിരുന്നു. ഇപ്പൊ ഇതാ മേന കുറച്ച് നീ ഇവിടെ കുക്ക് ചെയ്ത് തുടങ്ങി മുന്നേ. ഓ വലിയ പെണ്ണൊക്കെ. അതുകൊണ്ടല്ലേ എന്റെ സ്ട്രെസ് റിഡക്ഷൻ ഒരേ ഒരു വഴിയുള്ളൂ. പാട്ട് കേട്ടിട്ട് സ്ട്രെസ് റിഡക്ഷൻ ആവുന്നില്ല, ഡാൻസിൽ റിഡക്റ്റ് ആവുന്നില്ല. ഇതിപ്പോ സ്ട്രെസ് അതായത് പഠിച്ചിട്ട് കിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കും. നേരെ വീട്ടില് പണിക്ക് വിളിച്ചാൽ മതി, ഫ്രീ ആയിട്ട് വന്ന് ചെയ്തൊരു സ്ട്രെസ് റിഡക്ഷൻ അവൾക്ക് ഓക്കെ. സ്ട്രെസ് നിനക്ക് ഇപ്പോഴും സ്ട്രെസ് ആണല്ലോ, എനിക്കറിയാത്തോളം എനിക്ക് എപ്പോഴും സ്ട്രെസ് ആണ്. പിന്നെ അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ ഞാൻ വാരി വെച്ചിട്ട് കഴിക്കും. പക്ഷെ ഇപ്പൊ നീ ഒരു ഇതായി നന്നായി, 3 കൂടിയപ്പോൾ ഇത്രയും ഇതായി. അത് ഹെൽത്തി ആയിട്ടാ. എനിക്ക് ഒരുപാട് കൂടാൻ വരുന്നുണ്ട്. ഹൈറ്റാ നിനക്ക് നോക്കട്ടെ, അങ്ങനെ ഹൈറ്റിനെ പറ്റി നോക്കാറില്ല. ഞാൻ എന്താണ് പാണ്ടിക്ക് പുല്ലൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ടല്ലോ. പാണ്ടിക്ക് പുല്ലല്ല, ഇത് ഞാനൊരു ഡ്രൈ ബൊക്കെ സൈഡിൽ ഡ്രൈ ഫ്ലവർ ബൊക്കെ വിട്ട് നീക്കും പറ്റില്ല. ഇരുവക്ക് വൃത്തിയായിട്ട് ഇപ്പോഴും അറിയില്ല. ഇതാരും കൊണ്ടുവച്ചത്, നിങ്ങൾ മേടിച്ചാ? എനിക്കിഷ്ടാണ് ഫ്ലവർ. ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കും. ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കോ? എന്തിനാ? അത് കളർ ചെയ്യും. കളർ ചെയ്യും ഇതിനകത്ത്? ഇത് മീനമ കളർ ചെയ്താണോ? അല്ലല്ല, ഇത് കളർ ചെയ്യാനുണ്ട്. എല്ലാം ഇങ്ങനെ ചെയ്യാനുണ്ട്. ഈ ഇരിക്കുന്ന പൊക്കെ ഉണ്ടല്ലോ പാവം, അതല്ല ഇത് എന്റെ ബർത്ത്ഡേ അല്ലേ? അല്ലല്ല, അത് കളഞ്ഞു. കളഞ്ഞത് എന്ന് മാർച്ചിൽ കിട്ടിയ പൊക്കെ 19 തീയതി. 2 ആഴ്ച അത് എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ടോ. ഈ പ്രായത്തിന്റെ സിനിമയിൽ നന്നൊക്കെ പ്രപ്പോസ് ഇതതുപോലെ കൊണ്ട് മോളെ ഓടിപ്പോയിട്ട് കുക്കറൊന്ന് ഓഫ് ചെയ്തിട്ട് സ്വപ്നങ്ങളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കും. സത്യട്ടോ, പാവം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കണ ഒന്നും ആൾക്കിപ്പോ പിടിക്കണില്ല, ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് വലിയ ആള്, എന്നിട്ട് എന്തൊക്കെയോ കൊറേ ചാറ്റ് മസാല കൊറേ അത് ഇതൊക്കെ വാരിയിട്ടിട്ട് എന്തൊക്കെയോ കാണിക്കും. മെയിൻ കോഴ്സ് ഉണ്ടാക്കും, സൈഡ് ഡിഷ് ഉണ്ടാക്കും, സ്നാക്സ് എല്ലാം ഉണ്ടാക്കും. മെയിൻ കോഴ്സ് ഉണ്ടാക്കും, സൈഡ് ഡിഷ് ഉണ്ടാക്കും, എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും, ബീഫ് ഉണ്ടാക്കി, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. കുക്കിംഗ് ഒക്കെ പഠിച്ചില്ലേ? ഞാൻ പഠിച്ച് സംഭവം. എനിക്ക് അതിന്റെ ബേസിക്സ് ആണ് ഞാൻ പഠിച്ചു. അരിയണതും പിന്നെ ഉണ്ടാക്കണ അതിന്റെ ടൈമും കാര്യങ്ങളും, മറ്റേ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ ദോശ ഉണ്ടാക്കുന്ന ചുരുണ്ടൊക്കെ
ഗതികേടല്ലേ പഠിച്ചല്ലേ പഠിച്ചു. പക്ഷെ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എക്സ്പീരിയൻസ് അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ നല്ല എക്സ്പീരിയൻസാ. ലൈഫിൽ ഒരിക്കൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ കേറാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരിക്കൽ കേരള ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആർക്കും ബിഗ് ബോസ് ആവാൻ പറ്റില്ല. This is the current trend. കേരളത്തേത്തു ഗുങ്കുനായ മുസ്കുരി. അതിനകത്ത് ചളിയൊക്കെയല്ലേ അതിനകത്ത്. അല്ല കണ്ടൊരു ഞാൻ ഈ പറയുന്നു ഇത്ര പൈസയോടെ ഇങ്ങനെ നടന്ന ഈ രൂപത്തിലെത്താം. രൂപമില്ല, അങ്ങനെ ചുമ്മാ നടന്ന. അതല്ല ബാ. ഈ സാധനം കാണിക്കില്ലേ? അതിങ്ങനെ ഈ സാധനം അറിയില്ലേ? ആ അതറിയാല. ഇതുപോലെ ഇത് ഇത്ര പണിയില്ല. ഓപ്പണിങ് ക്ലോസ്, ഓപ്പണിങ് ക്ലോസ്. അത് ആ സാധനം. ആ എനർജി മതി, ആ എനർജി മതി. അതിന്റെ ഒപ്പം കൈ ഇങ്ങനെ 2 3 4 5 6 7 8. അതന്നെ അതന്നെ. എന്നെ കൈ കൊണ്ടുപോകണത് മാത്രം. ചാടുന്നതും കൈ കൊണ്ടുപോകണതിന്റെ വൃദ്ധം വ്യത്യാസം ഉണ്ട്. അത് മാത്രം. എയർപോർട്ട് ചാടണ്ട, എയർപോർട്ട് ചാടണ്ട. നൈസായിട്ട് മുകളിലോട്ടല്ല. കാല് കാല് ഇവിടെ തന്നെ. നീ ഇരുന്നോ. എന്നിട്ട് കാല് വെച്ചിട്ടുള്ള സാധനം കണ്ട ഇരിക്കണം. അയ്യോ ഫസ്റ്റ് ഇങ്ങനെ എടുത്തു. കൈ ഇങ്ങനെ പോട്ടെ. ഫസ്റ്റ് ഇങ്ങനെ പോട്ടെ. നിനക്ക് അതെടുത്തു. അതാണ് സാധനം. ഓക്കെയാണ്. അത് ഈ ആരും പ്രശ്നമുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ചെറിയ ഡിഫോൾട്ട് ഉള്ളൂ. ശരിയാക്കിയല്ലോ. അയ്യോ ഓക്കെ. 6 പാക്ക് വന്ന നമുക്ക് തുടങ്ങാം. ചിരിച്ച് 1 2 3. എപ്പോഴും അകത്തോട്ട് ക്ലോസ് ചെയ്യാൻ മറക്കണ്ട. മനസ്സിലായോ? ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്യണ്ട. കാലിങ്ങനെ എടുത്ത് വെക്കുമ്പോഴേ ക്ലോസ് ചെയ്ത് വെച്ചോ. അപ്പൊ ഓപ്പൺ ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെ 1 2 3 4. അപ്പൊ അതിനൊപ്പം ഏത് ഇല്ല 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 അതില്ല. ഫസ്റ്റ് ഇത് നീ നോക്കിയോ. അത് മറ്റൊരു അവള് കഷ്ടപ്പെട്ട് കറക്റ്റല്ലേ? അത് കറക്റ്റാ. ഇങ്ങനെ നോക്കി ഫ്രീ ആയിട്ട് അതിന്റെ സാരം നോക്ക്. എടി ഇത്രേ ഉള്ളു. നോക്ക് 1 2 3 4 5 6 7 8. 1 അതെന്തിനാ? അയ്യോ എനിക്ക് കണ്ടിട്ട് വിഷമമാണ്. ഇത്രയും ചവിട്ടി കുളിക്കണ്ട. ഈ ഒന്നെങ്കിൽ ഈ സാധനം അങ്ങനെ ആയാലും മതി. വേണ്ട അത് ശരിയാവും. ഇതന്നെ ശരി. 2 3. ഈ കൈ ഒന്ന് വീശി. കൈ വീശിക്കോ. ഇങ്ങനെ വീശിയാ മതി. എന്താ കേട്ടാ? ഞാൻ
അങ്ങനെ എന്നെ പഠിപ്പിച്ച് മുടിയൻ ചേട്ടനെ ക്ഷീണിച്ചു, വീഡിയോ എടുത്ത് അമ്മയെ ക്ഷീണിച്ചു, കളിച്ച് ഞാനും ക്ഷീണിച്ചു. ഇനി കണ്ടാൽ നിങ്ങളും ക്ഷീണിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡ്ലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. പൊളിക്കണ്ടേ ഗൈസ്? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ.